പൊതുശത്രുവിനെതിരെ ഒന്നിക്കാൻ ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ട. അത് കണ്ടിട്ട് ഇനി ആരും പായസമൊന്നും ഉണ്ടാക്കണ്ട. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദർശപരമായ വ്യതിയാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിൽ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ ഞങ്ങളുടെ പ്രവാചകനെ അവഹേളിച്ചാൽ, ഞങ്ങളുടെ പ്രവാചകൻ മുജാഹിദിന്റെ പ്രവാചകനും സുന്നിയുടെ പ്രവാചകനും തബ്ലീഗിന്റെ പ്രവാചകനും ആര് പറയുന്ന പ്രവാചകൻ ഓരോരുത്തരും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന പ്രവാചകനെതിരെ വന്നപ്പോ ഇസ്ലാമിക സംഘടന ഒറ്റക്കെട്ടായി അതിനെതിരെ സമരാഹ്വാനം ചെയ്തു, മാതൃഭൂമി ബഹിഷ്കരിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, പാരീസിലും ബ്രിട്ടനിലും അടക്കം ഈ അടുത്ത സമയത്ത് നടന്ന ചാവേർ സ്ഫോടനങ്ങൾ, അതിന്റെ പുറകിലുള്ള കാരണത്തെ കുറിച്ച് പറയുന്നത് ഡാനിഷ് വത്തത്തിന്റെ പ്രവാചക അവഹേളനത്തെ കുറിച്ചാണ്. ചാവേറുകളായി പൊട്ടിത്തെറിച്ചു. പക്ഷെ നിങ്ങൾക്കറിയുമോ, ഈ മുസ്ലിം സമൂഹത്തിന്റെ ഖത്തീബുമാർ നടത്തുന്ന സേവനം മാതൃഭൂമി പത്രത്തിൽ പ്രവാചക ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആക്ഷേപിച്ചിട്ട് മാതൃഭൂമിയുടെ ഓഫീസിന്റെ നേരെ ഒരാൾ കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ചില്ലറിഞ്ഞിട്ടില്ല, ഒരു പത്രത്തിന്റെ വാഹനം തടഞ്ഞിട്ടില്ല, ഒരാളുടെ നേരെ കൈയെത്തിയിട്ട് പോലുമില്ല. കാരണം എന്തെന്നറിയോ? പിറ്റേ വെള്ളിയാഴ്ചകളുടെ മെമ്പറുകളിൽ ഒരു സമൂഹത്തിന്റെ ചെറുപ്പക്കാർ വരുമ്പോ ആ ചെറുപ്പക്കാരെ സിരകളിൽ തീ പിടിപ്പിക്കാൻ കഴിയുന്ന പ്രസംഗത്തിന്റെ അനുയായികളാണ് ഈ ഇരിക്കുന്ന ഖത്തീബുമാരും മുഅല്ലിമീങ്ങളും. പ്രസംഗകലയിൽ ഖത്തീബുമാരെയും ഇമാമിങ്ങളെയും വെല്ലാൻ ഒരാളും അവരെ ജനിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മെമ്പറിൽ കിട്ടുന്ന അരമണിക്കൂർ കൊണ്ട് മുമ്പിലിരിക്കുന്ന സമൂഹത്തെ വൈകാരികമായോ അല്ല വിവേകപരമായോ ഏത് രീതിയിലും പ്രതികരിപ്പിക്കാൻ കഴിയുന്ന ഈ സമൂഹം. പക്ഷെ ഈ സമൂഹം അവർക്ക് ശത്രുത നമ്മുടെ നാടിന് ആപത്താണ് എന്ന് ക്രിയാത്മകമായി പ്രതികരിപ്പിച്ചപ്പോ ഒരു ചില്ല് പോലും അറിയാതെ ബ്രിട്ടനിലും പാരീസിലും ചാവേർ ആക്രമണം നടക്കുമ്പോ കേരളത്തിൽ ഒരു മാതൃഭൂമിയുടെ ഒരു വാഹനത്തിന് നേരെ വേണ്ട, മാതൃഭൂമി പത്രം കൊണ്ട് ജീവിക്കുന്ന സൈക്കിളിൽ കൊടുക്കുന്ന ഒരാളെ പോലും പിടിച്ചു നിർത്താറ് മാതൃഭൂമിക്കെതിരെ പ്രതികരിക്കാൻ 5 ലക്ഷം സർക്കുലേഷനാണ് ഒരൊറ്റ ദിവസം കൊണ്ട് കുറയ്ക്കാൻ കഴിയുന്ന ഈ സമൂഹത്തിന്. അതെന്തുകൊണ്ടെന്നറിയുമോ? ഈ സമൂഹത്തിന്റെ നേതൃത്വത്തിന്റെ ദിശാബോധമാണ്. കഴിഞ്ഞിട്ടില്ല. അതാണ് കേരളീയ സമൂഹത്തിന്റെ പാരമ്പര്യം. തആവുൽ ഖദ മുമ്പിലോട്ട് വെക്കുന്ന സന്ദേശം അതാണ്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയും വൈരാഗ്യവും നമുക്ക് വേണ്ട, ശത്രുതയും വൈരാഗ്യവും നമുക്ക് വേണ്ട. മാതൃഭൂമി കിടുകിട വിറച്ചു. പിറ്റേ ദിവസം ബഹിഷ്കരിക്കാൻ ആസ്വദിച്ചു. എല്ലാവരും പറഞ്ഞു. പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ വന്നു, മാതൃഭൂമി നാളെ രാവിലെ ഇറങ്ങിയാൽ ചവിട്ടി അരച്ചിട്ട് ഞങ്ങളത് ക്ലോസ് കൊണ്ടുപോയിടും. മാതൃഭൂമിക്കാരന്റെ ഒരു അന്തം വിട്ട ബുദ്ധിയെ അവൻ പിറ്റേ ദിവസം ഞാൻ ഓർത്ത് ഹജ്ജാന്ന് ഫ്രണ്ട് പേജ് മുഴുവൻ കഅബയും. മാതൃഭൂമിയുടെ പിറ്റേ ദിവസം ഫ്രണ്ട് പേജിൽ കഅബയുടെ മുമ്പിൽ തവാഫ് ചെയ്യുന്ന ഒരു വലിയ ജനക്കൂട്ടം. കാരണം മാതൃഭൂമിക്കാരനറിയാം ഇതിന്റെ മോളി ആരും ചവിട്ടൂല്ല. പിറ്റേ ദിവസത്തെ കരികാല ബുദ്ധിയായിരുന്നു അത് ചവിട്ടാതിരിക്കാൻ. പിറ്റേ ദിവസം അന്ന് ഉംറയില്ല, ഒന്നുമില്ല. ഉംറ ഉണ്ടാവാം, ഹജ്ജൊന്നും അല്ല. വലിയൊരു ഫുൾ പേജ്. എന്തെന്നറിയോ? ഈ സമൂഹം പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ചാൽ മുമ്പിൽ നിൽക്കുന്നവർക്കറിയാം ഈ സമൂഹത്തിന്റെ പ്രതികരണം എന്താണെന്ന്. എന്താണ് ചെയ്യേണ്ടത്? ഈ സമൂഹത്തിന് കൃത്യമായ ദിശാബോധമുണ്ട്. വൈകാരികമായി അങ്ങനെ പ്രക്ഷുബ്ധരാകുന്ന ഒരു യുവാക്കളുടെ സമൂഹമല്ല, അങ്ങനെ ഒരു സമുദായമല്ല ഈ സമുദായമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അവരുടെ പുറകിലെ അതണ്ടി വൈകാരികമായി അതിനെ ഉത്ബുദ്ധരാക്കുക എന്നതായിരുന്നു. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറിച്ച് എന്റെ ഈ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ഈ വിശുദ്ധമായ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാണ് തആവുനാകേണ്ടത്? എന്തിനാണ് നിങ്ങൾ തആവുനാകേണ്ടത്? വതആവനൂ അലൽ ബിർരി വത്തഖ്വാ. നന്മയ്ക്കും തഖ്വയ്ക്കും വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണേ, നിങ്ങളിൽ തഖ്വയുണ്ടാകണേ. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ. തഖ്വയ്ക്കും വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണേ. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഈ സംഘടന അല്ലാഹു ഇഷ്ടപ്പെട്ടതുപോലെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഖാദിമീങ്ങൾ, ആ ഖാദിമീങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ പുണ്യമായ ഈ സംഘടനയുടെ ചുരുക്കപ്പേര് തഖ്വ എന്നാണ്. തആവുൽ ഖദം അതിന്റെ ചുരുക്കപ്പേര് തഖ്വ എന്നാണ്. അല്ലാഹു പറയുന്നു, തആവനൂ അലൽ ബിർരി വത്തഖ്വാ. നന്മയ്ക്കും തഖ്വയ്ക്കും വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണേ. എന്താണ് തഖ്വ? എന്താണ് തഖ്വ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു. ഞാൻ ചുരുക്കുകയാണ്. ചോദിച്ചു. 1 മണിക്കൂറായില്ലേ? കാരണം എനിക്ക് 1 മണിയുടെ ട്രെയിന് പോകണം. ഞാൻ എൻ്റെ യാത്രയുടെ ഷെഡ്യൂൾ പെട്ടെന്നൊന്ന് മാറേണ്ടി വന്നു. ഇവരെ ക്ഷണിക്കുമ്പോൾ എനിക്ക് ഇന്നലെ പരിപാടി പാലക്കാടാണ്. പക്ഷേ ആ പരിപാടി പെട്ടെന്നൊരു യാത്രയിൽ ഷെഡ്യൂൾ മാറ്റേണ്ടി വന്ന പരിപാടി മാറ്റി ഞാൻ മസ്കറ്റിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ചേലക്കുളം മൂലമൊക്കെ വല്ലാതെ പേടിച്ച് ഭയന്ന് പോയിരുന്നു. ഇനിങ്ങനെ ഞാൻ വന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു, ഞാനും ഭാര്യയും മക്കളും ഒക്കെ പോയതുകൊണ്ട്
സംഘാടകർ പാഞ്ഞു വന്ന് ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആള് നാട്ടിലും ഇല്ല, ഒരിടത്തും ഇല്ല. അപ്പൊ വീട്ടിൽ നിന്ന് പറയുന്നത് ഉച്ചയ്ക്ക് വരുമോ എന്തോ അല്ലാഹു ആലം. ഏറ്റത് കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പൊ പെട്ടെന്നൊരു യാത്രയുടെ ഷെഡ്യൂൾ മാറിയത് കൊണ്ട് പെട്ടെന്ന് ഇവിടെ വരേണ്ടി നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് പെരിന്തൽമണ്ണയിൽ ഒരു പരിപാടിക്ക് എത്തണം. അപ്പോൾ 1 മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് ഇത്രയും വലിയൊരു സദസ്സില് ഇവർ 2-3 വർഷമായി ക്ഷണിക്കുമ്പോഴും പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ ഇത്രയും വലിയൊരു യാത്രയുടെ ഓട്ടത്തിനിടയിൽ ഏറ്റെടുത്ത് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് ഞാൻ വരുമ്പോൾ അതിലൊരു സംഘാടകനായിട്ടല്ല, ഒരു സുഹൃത്തായി പങ്കെടുക്കണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ആ എത്തലിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ 10 വർഷമായിട്ട് ഈ നാട്ടിലുള്ള ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, 5 പ്രസംഗിച്ചിട്ടില്ല. ഈ ജമാഅത്ത് കമ്മിറ്റിക്കാർ, ടൗൺകാർ കുറേ പ്രാവശ്യം എന്നെ വിളിച്ചെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ 5 ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളൊരു പേര് ദോഷവും കൂടെ മാറ്റാ, എല്ലാം കൂടെ ജാമ്യം മാന്യമായിട്ട് നടക്കും. ഇതിനിടയിൽ എൻ്റെ ബഹുമാനനായ സുഹൃത്ത് പത്തടി ഷരീഫ് സാഹിബ്, ഇവർക്കെല്ലാം ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വലിയൊരു ദീനി സ്നേഹിയാണ്. അത് ഈ പരിപാടിയൊക്കെ കേൾക്കാൻ വേണ്ടി നാട്ടിൽ ഗൾഫിൽ നിന്ന് വന്നതുമാണ്. അദ്ദേഹവും പല പ്രാവശ്യം 5 പ്രസംഗിക്കാൻ വിളിച്ചാലും വരാൻ കഴിയാത്തതുകൊണ്ട് ഏതായാലും ഇതെല്ലാം കൂടെ ഒന്ന് കഴിയുമല്ലോ, നമ്മുടെ സഹപ്രവർത്തകരെയൊക്കെ കാണാൻ കഴിയും, നാട്ടുകാര്, വീട്ടുകാര്, അയൽപക്കക്കാർ, ധാരാളം ആളുകൾ, നമ്മളെല്ലാവരും ഈ ഒരുമിച്ച് കൂടുന്നത് തഖ്വയ്ക്ക് വേണ്ടിയാണ്. എന്താണ് തഖ്വ? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉബയ്യേ, തഖ്വ എന്നാൽ എന്താണ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കല്ലും മുള്ളും നിറഞ്ഞ ഒരു ഇടവഴിയിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ സഞ്ചരിക്കുന്ന ഒരാൾ കാല് കല്ലിൽ തട്ടാതെ, അതേ സമയത്ത് മുള്ളു കാലിൽ തുളച്ചു കയറാതെ, കല്ലിന്റെയും മുള്ളിന്റെയും ഇടയിൽ തന്റെ പാദത്തെ എത്ര സൂക്ഷ്മതയോടെ വെക്കുന്നുവോ അങ്ങനെ വെച്ച് മുന്നോട്ട് പോകലാണ് തഖ്വ എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വെച്ച് പോകലാണ് തഖ്വ. ജീവിതത്തിൽ കല്ലുണ്ട് മുള്ളുണ്ട് എന്നെ കേൾക്കാനെത്തിയ എന്നോടും ഇഖ്വാനി വ ഖുല്ലാനി ഉസീകും യാ ഇബാദല്ലാഹ് വ ഇയ്യായ ബിനഫ്സി അവ്വലൻ ബിതഖ്വല്ലാഹ്. ഇത്രയും കൂടിയ ചെറുപ്പക്കാരോടും അഞ്ചൽ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ വന്ന് പ്രസംഗിക്കുമ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ലോകം ഇങ്ങനെയാണ്. ഇടതുഭാഗത്ത് കല്ല്, വലതുഭാഗത്ത് മുള്ള്. അതിന്റെ നടുവിലൂടെ നാം സഞ്ചരിച്ചു പോകുമ്പോ ആ സഞ്ചാരത്തിന്റെ ഇടയിൽ ചിലപ്പോൾ കാലിൽ കല്ല് തട്ടാം, ചിലപ്പോൾ മുള്ള് അറിയാതെ ഒന്ന് കയറാം. എന്നാലും തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഇത്ര സൂക്ഷ്മമായി പോയാലും കല്ലിന്റെയും മുള്ളിന്റെ ഇടയിലൂടെ പോയാൽ ചിലപ്പോ കാലൊന്ന് കല്ലിൽ തട്ടൂലേ? നിങ്ങളെന്താ മുതുകാടാ? അറിയാതെ മുള്ളൊന്ന് കാലിൽ തറയ്ക്കില്ലയോ? തറയ്ക്കും. അപ്പൊ ബുദ്ധിമാൻ എന്താ ചെയ്യുക? അത് മാത്രം പറഞ്ഞാൽ പോവാൻ. ആ തറച്ച മുള്ളു വീണ്ടും അകത്തോട്ട് കയറ്റൂലല്ലോ. ഒന്നുകിൽ മുള്ളുമല്ലേ അല്ലെങ്കിൽ കല്ലിൽ കാല് തട്ടിയാൽ പിന്നെ അത് തട്ടാതിരിക്കാൻ ഇതാണ് തഖ്വ. തട്ടി അറിയാതെ തട്ടിപ്പോയി, പക്ഷേ പിന്നെ ഇത് തട്ടാതെ നോക്കുക എന്നതാണ് ഈ സമാനിൽ നമുക്ക് വേണ്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തഖ്വ. പാപം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അതിന് കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവാണ്. കണ്ണു തുറന്ന പാപം, കാലുകൊണ്ട് നടന്ന പാപം, ചിന്തിച്ചാല് പാപം. ആ മതിലോട്ട് നോക്കിയാൽ തന്നെ അടൽ സുള്ളിയാണ്. പക്ഷേ സൗദി അറേബ്യയിലും ദുബൈയൊക്കെ കുറിച്ച് എന്ത് പറഞ്ഞാലും നാഷിർവേ കൂടെ യാത്ര ചെയ്യുമ്പോൾ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ലാ തൻസ ദിക്റല്ലാഹ്. കുറെ കഴിയുമ്പോൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കുൽ സുബ്ഹാനല്ലാഹ്, കുറച്ച് കഴിയുമ്പോ കുൽ അൽഹംദുലില്ലാഹ്. അറബ് രാഷ്ട്രങ്ങളിൽ മുഴുവൻ സൈൻ ബോർഡുകളിൽ അതാണ്. നമ്മുടെ ഇടയിലോട്ട് ഭാര്യയും മക്കളുമായും മതിലിന് നോക്കിയിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത തിന്മയുടെ വാക്കുകളല്ലാതെ കാണാൻ കഴിയാത്തൊരു ലോകത്താണ് ചെറുപ്പക്കാരെ നമ്മൾ ജീവിക്കുക. കണ്ണുകൊണ്ട് തോന്നുന്നത് പാപമാണ്. മതിലോട്ട് നോക്കി പ്രകമ്പനം കൊള്ളിപ്പിച്ച പ്രകടനം കാണാൻ വരിക അന്റെ വർഷയിൽ. പോകാണ്ടെന്ന് വിചാരിക്കാത്തവനെ പോലെ എടുത്തുകൊണ്ടുപോകും. ഒരെടുത്തുകൊണ്ട് മതിയില്ലോ. ഞാനൊരിക്കൽ കാഞ്ഞിരപ്പള്ളി വഴി യാത്ര ചെയ്യുമ്പോൾ ഒരു കാല് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഓട്ടോ ഓടിച്ചാ ജീവിക്കുക, ഓട്ടോറിക്ഷ. എന്റെ വാഹനം പുറകിലുണ്ട്. ഞാൻ അതിന്റെ പുറകിൽ നോക്കിയപ്പോൾ അയാൾ എഴുതി വെച്ചിരിക്കുന്നു, സ്ത്രീധനം സമൂഹത്തിന് ആപത്ത്. ഞാൻ അത് ആരെന്നറിയാൻ നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു കാലില്ല, അയാൾ ഒറ്റക്കാലിലാണ് ഓടിക്കുക.
ഓട്ടോയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുക. യഥാർത്ഥത്തിൽ ഒരു കാലില്ലെങ്കിലും തന്റെ ഭാര്യക്കും മക്കൾക്കുമുള്ള ഭക്ഷണത്തിന് വേണ്ടി പെടാപ്പാടോടുമ്പോഴും ആ ചെറുപ്പക്കാരൻ ഒരു ദൈവത്ത് നിർവഹിക്കുന്നുണ്ട്, തന്റെ ഓട്ടോയിൽ എഴുതി വെച്ചതുകൊണ്ട്. അല്ലേ? നമ്മളാണെങ്കിൽ ഇവിടത്തെ ഓട്ടോ ഇവിടെ വേണ്ട, പോട്ട്, ഞാൻ നാളെ ഇതുവഴി പോകാനുള്ള. നമ്മൾ വേറെ ഓട്ടോയിലൊക്കെ നോക്കി എന്താ എഴുതി വെക്കുക? മോഹിച്ചത് എന്റെ തെറ്റ്, മോഹിപ്പിച്ചതോ നിന്റെ തെറ്റ്. ആ സമയത്തും ഒരു ദൈവത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ, ഇതാണ് ഈ സമാനിലെ തഖ്വ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പണ്ടൊക്കെ വാല് പറഞ്ഞാല് വ്യഭിചരിക്കരുത് എന്ന് പറയാം. പക്ഷെ ഇന്ന് ന്യൂ ജനറേഷനോട്, എന്താ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരോട്, അവരോട് പറയാൻ കഴിയാത്ത എന്താ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്നറിയോ? ഞാൻ തന്നെ അതിനെ വിശദീകരിച്ച് പറഞ്ഞാൽ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ആ അണുകുടത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയുടെ ഉപോൽപ്പന്നങ്ങളായി KFC-യും ബർഗറും പിസയും മാത്രം തിന്ന് പരിശീലിച്ച, രാവിലെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റാൽ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുന്ന, 1 GB താഴെയാണെങ്കിൽ പിന്നെ മറ്റൊരാളോട് വൈരാഗ്യത്തിന്റെ ഭാവത്തോടെ നടന്നുപോയി വൈകുന്നേരത്തിനുള്ളിൽ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കി താകുലപ്പെടുന്ന, പാതിരാ സമയത്ത് എങ്ങനെയെങ്കിലും വേറൊരുത്തന്നെ മടിശ്ശേരിയിൽ പിടിച്ചിട്ടാണെങ്കിലും അത് ബാലൻസ് നിർമ്മിച്ച് പാതിരാത്രി 6 മണിയാ സൈബർ കഫേകളിലും സ്വന്തം പ്രൈവറ്റ് റൂമുകളിലും ലോകത്തുള്ള 140 രാജ്യത്ത് ഏതൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും അത് മുഴുവൻ തന്റെ www.com തിരിച്ചറിഞ്ഞ് പാതിരാ സമയത്തെല്ലാം കണ്ണും ആസ്വദിച്ചും ഉറക്കുന്നുണ്ട്. കണ്ണിനെ തടികത്തലോടുമ്പോ ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലതിരിച്ച് കിടന്നുറങ്ങുന്ന, ഇതേവരെ രാവിലെ സൂര്യോദയം കണ്ടിട്ടില്ലാത്ത, മധ്യാഹ്നത്തിന് മാത്രം എഴുന്നേറ്റ് പരിശീലിച്ച, അവര് സുബഹിയുടെ ബാങ്ക് കേട്ടിട്ടില്ല, അവര് സൂര്യോദയം കണ്ടിട്ടില്ല, മധ്യാഹ്നം മാത്രം പരിചയമുള്ള യൂറോപ്പിന്റെ വേഷവിധാനങ്ങളുമായി കിടന്നുറങ്ങുന്ന എന്റെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, അറിയാതെ നടന്നു പോകുമ്പോ കാലെങ്ങാനും കല്ലിൽ നിന്ന് തട്ടിയാലും കല്ലിൽ നിന്ന് മുള്ളു നിറച്ചാലും പിന്നെയും ഇതിനെ തറയ്ക്കാൻ ഇടവരരുത്, പിന്നെയും ആ കാല് പോയി കല്ലിൽ വീണ്ടും വീണ്ടും തട്ടരുത്. ഒരു സത്യവിശ്വാസി ഒരേ മരത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിക്കുകയില്ല, പിന്നെയും നിന്നെ 2 പ്രാവശ്യം കടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ടൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞില്ലേ, നബിയേ തഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ, വ്യഭിചരിച്ചെന്നല്ല, വ്യഭിചരിച്ചില്ലെന്നല്ല, അറിയാതെ ആരും കാണാതെ ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്നെ എറിഞ്ഞുകൊല്ലേ നബിയെ. ചരിത്രം നമുക്കറിയാം, മരുഭൂമിയുടെ മാറിടത്തിലേക്ക് ഇറക്കിലെത്തിയിട്ട് കൂട്ടുകാര് കല്ലിരിക്കുന്ന കരിങ്കല്ല് കൊണ്ട് ഏറിയുമ്പോ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം തല്ലി തടുകി തന്റെ തലയിലേക്ക് കരിങ്കല്ലുകളെ പാഞ്ഞു വന്ന് തല പൊട്ടിച്ചു തരുമ്പോ സ്വയം ഏറ്റെടുത്തതാണ്. മറ്റൊരാൾ കണ്ടിട്ടില്ല, മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ സമയത്തും മായിസിനറിയാം, ആരും അറിഞ്ഞില്ലെങ്കിലും എന്റെ അല്ലാഹു അറിയാതിരിക്കില്ലല്ലോ. അല്ലാഹു യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ. ഹൃദയത്തിന്റെ വഞ്ചനയുടെ നോട്ടം പോലും തിരിച്ചറിയുന്ന എന്റെ അല്ലാഹു കാണാതിരുന്നിട്ടില്ലല്ലോ, അവനറിയാതെ ചെയ്യാൻ കഴിയില്ലല്ലോ. അവൻ അറിഞ്ഞാലും അവൻ എനിക്ക് പുറത്തു തരുന്നവനാണല്ലോ. സത്താറു ഗഫാറു വഹീഹേ ബന്ദോം ഗംഖാറു വഹീഹേ. ചെറുപ്പക്കാരാ, നീ തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാരനെ വിശ്വസിക്കാൻ പറ്റുമോ? അവൻ ആളുകളോട് പറഞ്ഞു നിൽക്കും, അവനാ തെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തത് മറ്റൊരാളറിഞ്ഞാൽ അത് മൂടി വെക്കുന്നവരാരാണുള്ളത്? പക്ഷേ നിനക്കറിയുമോ ചെറുപ്പക്കാരെ, നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ കാണുന്നതിനേക്കാൾ മുമ്പേ കാണുന്നത് നിന്റെ അല്ലാഹുവാ. അവൻ അറിയാതെ ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാം അറിയുന്ന അല്ലാഹ്ക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്, അവനാണ് സത്താർ. അവൻ പൊറുക്കുന്നവൻ മാത്രമല്ല, സത്താറുന്നവൻ മൂടി വെക്കുന്നവൻ കൂടിയാണ്. നമ്മൾ ചെയ്തതൊക്കെ പടച്ചിറപ്പ് മൂടി വെക്കാതെ ജനങ്ങളുടെ മുമ്പിൽ വെളിയാക്കി
ചെയ്തിരുന്നെങ്കിൽ നമ്മളൊക്കെ ഈ ദുനിയാവിൽ എങ്ങനെയാ തലപൊക്കി നടക്കുക? അവനാണ് ഗഫാർ, അവനാണ് സത്താർ, മൂടിവെക്കുന്നവൻ അവനാണ്. മൂടിവെച്ചറപ്പിന്റെ മുമ്പിൽ പോയിട്ട് ഞാനിത് ചെയ്തു പോയി അല്ലാ. കരിങ്കൽ ചീലുകൾ സ്വയം ഏറ്റുവാങ്ങി തലച്ചോറ് ചിതറിത്തെറിക്കുമ്പോ നിങ്ങൾ ഓർക്കണം, ഒരു പോലീസ് സ്റ്റേഷൻ പോലും നിലവിലില്ലാത്ത, ഒരു ലോക്കൽ പോലീസ് നടന്നു പോകാത്ത കാലഘട്ടത്തിലാ സ്വയം കുറ്റവിചാരണ നടത്തിയിട്ട് കടന്നു വരുന്നത്. അവസാനം തലച്ചോറ് ചിതറിയിട്ട് താഴെ വീണും മരണത്തിന് മുമ്പിൽ പിടയുമ്പോ അഭിമായ മുത്തു വന്നിട്ട് ആ ശരീരമെടുത്ത് മടിയിലേക്ക് വെച്ചപ്പോ എന്റെ മായിസേ, എന്റെ മായിസേ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയെ തൊട്ടടുത്ത മണിക്കൂർ മുമ്പ് എന്റെ കടയിലോട്ട് വന്നൊരു പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെട്ടവനാണ് ഞാൻ. പിശാചെന്നെ ചതിച്ചു നബിയെ, എന്റെ റബ്ബതറിഞ്ഞു എനിക്ക് ഉറപ്പുള്ളപ്പോ പരലോകത്ത് വന്നിട്ട് നരകത്തിന്റെ തീമാളങ്ങളെ ഏടിപ്പിടിക്കാൻ എനിക്ക് മായിസിന് കഴിയില്ല നബിയെ. ആളുകളെ കരിങ്കല്ല് വെച്ച് മനുഷ്യരെറിഞ്ഞപ്പോ മായിസിന് വേദനിച്ചു പോയി. നാളെ പരലോകത്ത് വെല്ലുമ്പോ ഇരുമ്പിന്റെ ചുറ്റി കൊണ്ട് നരകത്തിന്റെ മലക്കുകളെ തലയിലടിക്കുമ്പോ മായിസ് അങ്ങനെ സഹിക്കും നബിയെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ ഈ ശിക്ഷ ഏറ്റുവാങ്ങിയത്. മായിസേ, നിനക്കെന്തുണ്ട് ചോദിക്കാൻ? അവസാന സമയം ആരംഭപ്പുവിന്റെ മടിയിലെ തല വെച്ചിട്ട് മായിസ് റളിയല്ലാഹു തആല ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, വേദനിക്കും നബിയെ, എന്നെ മാംസം ഇടിഞ്ഞു പൊളിഞ്ഞു, എന്റെ തല പൊട്ടിച്ചു തെറി, എന്റെ രക്തം ഇന്ന് മരുഭൂമിയുടെ മണലിന്റെ ഇട്ട പാനീയമായി. പക്ഷേ ഇതെല്ലാം ഏറ്റിട്ട് ഞാൻ മരിച്ചുപോയ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോ നരകം മാടി വിളിക്കുമ്പോ അവിടെയും ഇതേ തെറ്റിന്റെ പേരിൽ നരകത്തിലും എനിക്ക് ശിക്ഷയുണ്ടോ? യാ റസൂലല്ലാഹ്, ആ സമയത്താണ് ഹബീബായ മുത്തുനബി പറഞ്ഞു കൊടുത്തത്, മായിസേ, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹുമുല്ലാഹു ബിഅദാബൈൻ. എന്റെ സമൂഹത്തിന് അല്ലാഹു ധാരാളം കരുണ ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അവരെ ശിക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തെറ്റ് ചെയ്യാത്തവനെ കുറിച്ചല്ല പറയുന്നത്. തെറ്റിലേക്ക് വഴുതിപ്പോകുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവരോട് നമുക്കാണ് സ്വർഗം കാത്തിരിക്കുന്നത്. നിങ്ങളെ തക്കുവക്ക് നന്മക്ക് വേണ്ടി മുആമനത്ത് നടത്തണേ, സഹായം നടത്തണേ. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകൾ മുഴുവനും അല്ലാഹുവിനോട് മാപ്പിരണ്ട്. ഇനി ഒരിക്കലും കാലുപോയി കല്ലില് തട്ടാറ്, ഇനി ഒന്ന് മുള്ളുകൊള്ളാറ്, അതിന്റെ ഇടയിലൂടെ ജീവിക്കാൻ കഴിയണേ, ജീവിക്കാൻ കഴിയണേ. ഈ പ്രണയമെന്ന 3 അക്ഷരത്തിന്റെ പേരിൽ ഒരു ജന്മത്തിന്റെ കടപ്പാട് മുഴുവനും കല്യാണപ്പന്തല്ല 1 മണിക്കൂറിന് മുമ്പ് കരഞ്ഞു തീർത്തു പോകുന്ന പെണ്ണ്, ഇറങ്ങിപ്പോകുന്ന പെണ്ണ്. പ്രണയമെന്ന 3 അക്ഷരത്തിന്റെ പേരിൽ മാതാപിതാക്കള്, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ പേറ്റുനോവ് മറന്നുപോയ തലമുറ, വാപ്പാടൻ നെടുവീർപ്പിന്റെ വേർപ്പിന്റെ അധ്വാനത്തിന്റെ ആ പെളിനീരിന്റെ അറവറിയാത്ത വേദന. അഞ്ചല് ചന്തയിലേക്ക് പോയാൽ രാവിലെ നിങ്ങൾ അഞ്ചല് ചന്തയിൽ പോകണം. 100 കിലോയുടെ ചാക്കും മുഖത്തിരികത്ത് വെച്ചിട്ട് ചന്തയിലൂടെ നടന്നു പോകുന്ന നമ്മുടെ വാപ്പയെ കാണാം, പട്ടിണി പാവങ്ങളെ കാണാം. അവന്റെ മുതുകു കുനിഞ്ഞത് അവന്റെ മുതുകിൽ നിൽക്കുന്ന കിണ്ടൽ ചാക്കിന്റെ ഭാരമല്ല, അവന്റെ മക്കളെ പഠിപ്പിക്കാനുള്ള, അവന്റെ മകളെ കെട്ടിച്ചു വിടാനുള്ള, അവന് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള അവന്റെ ഏറ്റവും വലിയ ഭാരമാണ് അവന്റെ മുതുകിനെ കുനിപ്പിച്ചത്. ആ മുതുകിന്റെ കുനിപ്പറിയാറ് അവസാനം ക്ഷയരോഗം പിടിച്ചിട്ട് സിറ്റൗട്ടിലിരുന്നിട്ട് ചുമക്കുമ്പോ വാപ്പയുടെ അനാരോഗ്യത്തിന്റെ പൊന്നുമോനെ, നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണെന്ന് തിരിച്ചറിയാൻ, നീ ഇന്ന് അനുഭവിക്കുന്ന തണൽ നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു തക്കുവയിലേക്ക് കടന്നു പോകണേ. പ്രണയമെന്ന 3 അക്ഷരത്തിന്റെ പേരിൽ പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്, പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്. പ്രണയമെന്നത് മൊയ്തീൻ പഠിപ്പിച്ചതല്ല, പ്രണയമെന്നത് സിനിമാക്കാരൻ പഠിപ്പിച്ചതല്ല. മക്കയിലൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നത്രേ. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകുമ്പോഴാണ് അയാളെ കാമുകിയുടെ വീട്ടിലൂടെയാ നടന്നു പോവുക. ആ കാമുകിയെ കണ്ടപ്പോ ചെറുപ്പക്കാരൻ ഇശാ കിടഞ്ഞിട്ട് പോവുകയാണ്. വർഷയില് സെക്കൻഡ് ഷോ കിടഞ്ഞ് പോകുന്ന വഴിക്കല്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ ശരീരം ഞാൻ
മോഹിക്കുന്നു പെണ്ണേ, നിന്നോട് പ്രണയമുണ്ട്, നിന്റെ ശരീരം എനിക്ക് ആഗ്രഹമുണ്ട്. ആ സമയത്താ മക്കാരി പെണ്ണ് പറഞ്ഞ മറുപടി എന്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. ആ പെണ്ണ് പറഞ്ഞ് കാമുകൻ വന്ന് വിളിച്ചപ്പോ വാപ്പയെ മറന്ന് ഉമ്മയെ മറന്ന് കൂട്ടുകാരുടെ സഹായത്തോടെ ഇറങ്ങിപ്പോയില്ല. രാത്രിയിൽ വാതിലടച്ചിട്ട് കിടപ്പറയിലേക്ക് പോയില്ല. ആ പെണ്ണെന്ന കാമുകി പെണ്ണ് പറഞ്ഞതേരുന്നൊരു ചെറുപ്പക്കാരാ, നീ എന്നോട് പറഞ്ഞ പ്രണയം, നീ എന്നോട് പറഞ്ഞ ആഗ്രഹമുണ്ടല്ലോ, അല്ലാഹു പറഞ്ഞ ലോകത്തുള്ള മുഴുവൻ ആളുകളും പടച്ചറപ്പിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുന്ന പരലോകത്തേക്ക് നീ ഇതിനെ മാറ്റിവെച്ചോ. നാളെ നീ പറയുന്ന പ്രണയം കണ്ട്, നീ പറയുന്ന മോഹം കണ്ട് മഹിസറയിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് കാമുകനെ എന്ന് മറുപടി പറഞ്ഞു മക്കയിലെ പെൺകുട്ടി. പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട്, ലൈല മജ്നൂന്റെ പ്രണയം. ആ പെണ്ണ് പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം മഹ്ശറയിൽ കിട്ടുമെങ്കിൽ ഞാൻ റെഡിയാണ്. ഇതാണ് തഖ്വയുള്ള പെണ്ണ്. ഇത് കാമുകൻ കാമുകിയോട് പറഞ്ഞതാണ്, അല്ലാതെ വടിയെ പോയപ്പോ ആദ്യമായിട്ട് പറഞ്ഞതല്ല. പ്രണയം ഉണ്ടാവാം, പ്രണയം എല്ലായിടത്തും. ലൈല മജ്നൂൻ എന്താ പ്രണയം? ബദറുൽ മുനീർ എന്താ പ്രണയം? പണ്ട് കാലത്തെ പ്രണയം പോലെ ഒരു പ്രണയം ഇന്നില്ല. രമണനും ചങ്ങമ്പുഴയൊക്കെ വെറുതെയാണ്. അതിനേക്കാൾ വലിയ പ്രണയം ഇംറുൽ ഖൈസിന്റെ പ്രണയം. ഈ പ്രണയത്തിൽ തന്നെ മോശമായത് കലർത്തിയ ആളുകളുണ്ട്. ഇംറുൽ ഖൈസിന്റെ സബൂൽ മുഅല്ലഖ് അല്ലേ, സബൂൽ മുഅല്ലഖ് അല്ലേ ഇംറുൽ ഖൈസ് വന്ന് ഞാൻ നോക്കാൻ പറ്റില്ല, വന്ന് ഇറങ്ങി നേരെ പോരെ. ഇംറുൽ ഖൈസിന്റെ പ്രണയം എന്താ ഉണ്ടായിട്ടുണ്ട്? എന്നൊക്കെ പ്രണയത്തിൽ കാമംഗലത്തി പാടിയ പ്രണയനായകന്മാർ, അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാൽ മതി. ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രേമം നടിച്ച പെണ്ണിനെ കിടപ്പറയിൽ കൊണ്ടുപോയി എല്ലാ കവറിനെടുത്തിട്ടത് വീഡിയോയിൽ പിന്നെ നെറ്റിൽ അപ്ലോഡ് ചെയ്ത കാമുകന്മാര് പഴയകാലത്തുണ്ടായിട്ടില്ല. ആ കച്ചവടം പഴയകാലത്തുണ്ടായിട്ടില്ല. പ്രണയം സ്വാഭാവികമാണ്. ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ അറിയാതൊരു പെണ്ണിനെ ചുംബിച്ചു നബിയെ. ഇപ്പൊ ന്യൂ ജനറേഷനാണ് ഈ വാള് പറയണത്. സംഭവിച്ചു പോയി, ഉറപ്പാണ്. എല്ലാം കഴിഞ്ഞു. നബിയെ ഞാൻ ചുംബിച്ചു പോയി, എന്നെ എറിഞ്ഞു കൊല്ല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചുംബിച്ചതേ ഉള്ളൂ. പ്രണയൊക്കെ ഇങ്ങനെ തുടങ്ങിയ ആ സമയത്ത് അതാണ് തഖ്വ, തിരിച്ചറിവാണ് തഖ്വ. നബിയെ എന്നെ എറിഞ്ഞുകൊല്ല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചുംബിച്ചതേ ഉള്ളെങ്കിൽ എറിഞ്ഞുകൊല്ലണ്ട. ആകാശലോകത്തു നിന്ന് ഗഗനലോകത്തു നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബിയെ അഖിമിസ്സലാത്ത തറഫിയൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദഹിബിന സയ്യാർ ദാലിക ദിക്റാ ലിസാകിരീൻ. 5 വഖത്ത് നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ പറയും നബിയെ. ഇന്നൽ ഹസനാതി യുദഹിബിന സയ്യാർ, തിന്മ ചെയ്താൽ നന്മകൾ വർദ്ധിപ്പിക്കണം. അപ്പൊ തിന്മദാനം ഇല്ലാതാവും. അറിയാതെ ചെറിയ തെറ്റൊക്കെ വന്നാൽ നന്മകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. മജ്നൂൻ പാടിയതാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ, ലൈലയല്ലാത്തൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ എന്റെ കണ്ണിൽ അഴുക്കായി പോയി, ഞാൻ എന്റെ കാമുകിയെ വഞ്ചിച്ചു പോയി. ഇനി എന്റെ കണ്ണുകൊണ്ട് ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണ് ഞാൻ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. എന്നാലേ പിന്നെ എന്റെ കണ്ണുകൊണ്ട് ലൈലയെ കാണാൻ പറ്റൂ. എഴുതിയിട്ട് ഇമാമുന ഗസാലി റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, മുസ്ലിമേ, ഹറാമുകൾ കണ്ണുകൾ മുഴുവനും ഇങ്ങനെ വെച്ചിട്ട് ആ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാട് എങ്ങനെയാണ് നിന്റെ റബ്ബിനെ നാളെ നിനക്ക് ലിഖാഹ് സ്വർഗ്ഗത്തിൽ കാണാൻ കഴിയുക? ഇമാമുന ഗസാലി ചോദിച്ച്, കരഞ്ഞങ്ങട് കഴുകണ്ടേ, എന്നിട്ട് അല്ലാഹനെ കാണണ്ടേ, തഖ്വയോടെ ജീവിക്കണ്ടേ. ഇതിനാണ് തആവുൽ ഖദം മുമ്പിലോട്ട് വെച്ച തഖ്വ. ഈ സംഘടനയുടെ ചുരുക്കപ്പേര് തന്നെ തഖ്വ എന്നാണ്. അല്ലാഹു ആ തഖ്വ നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറഞ്ഞില്ലേ?
അള്ളാഹു തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുത്തവനാണ് വലിയ പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകുന്നതാണ്. നോമ്പ് പിടിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകും. സദഖ ചെയ്യുന്നവർ മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പോണ അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യൂ ജനറേഷന് വേണ്ടി മാത്രം. വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലാ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിന്റെ മുമ്പിലെത്തുമ്പോൾ വാതിൽ താനേ തുറക്കപ്പെടും. അവരതിലേക്ക് കയറിയിരുന്നാൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവരുടെ മുമ്പിലേക്ക് വരും. മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിൽ കയറുന്നത് ഇങ്ങനെയാ: കിളക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കൊതിക്കുന്ന പഴമെടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. നമ്മുടെ കൊല്ലം ജില്ലയുടെ സ്വകാര്യ അഭിമാനമായിരുന്ന ബഹുമാനനായ തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ ഇന്നും ഒരു തെക്കൻ ജില്ലക്കാരെന്ന രീതിയിൽ വടക്കൻ മലബാർ പോകുമ്പോ അഭിമാനമേടെന്നറിയോ? വടക്കൻ മലബാർ പോയി എവിടെ വാള് പറഞ്ഞാലും ആളുകൾ പറയും തടവ ഉസ്താദ് ഇവിടെ വാള് പറഞ്ഞിട്ടുണ്ട്. തടവ ഉസ്താദ് വാള് പറയാത്തൊരു മഹല്ല് വടക്കൻ മലബാറിലില്ല. അങ്ങനത്തെ മഹാപണ്ഡിതൻ ഇവിടെ വന്നപ്പോ ആരും അനൗൺസ് ചെയ്തു പ്രഭാഷണ കലയിലെ ചക്രവർത്തി ബാക്കവി എന്നല്ല, പ്രഭാഷണ കലയുടെ ചക്രവർത്തി ആരെന്നറിയോ? തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ. കാസർഗോഡ് ബേക്കൽ പള്ളിയിൽ വാളിന് പോയപ്പോ അവര് പറഞ്ഞു 22 വർഷം തുടർച്ചയായി 10 ദിവസം വെച്ച് വാള് പറഞ്ഞിട്ടുണ്ട് തടവ ഉസ്താദ് അവിടെ. അപ്പൊ ആരാ ചക്രവർത്തി? നമ്മൾ 1, 2, 3, 4 പറഞ്ഞ് വേറെ വാക്കവി വിളിക്കാം. 22 വർഷം അവിടുത്തെ ഹൗദിന്റെ കരയിലിരുന്നിട്ട് ഹൗദിനെ കുറിച്ച് പാട്ടുണ്ടാക്കി കളഞ്ഞു. ബേക്കലുകാര് പറയാ ലോഹർ നിസ്കരിക്കാൻ ഹൗദിലേക്ക് വന്നു. ഹൗദിൽ വെള്ളമെടുത്തപ്പോ ഹൗദിൽ കിടന്നിട്ട് മീനുകൾ ഓടിക്കളിക്കുന്നു. ആ ഹൗദിന്റെ ചെറിയ കസ് അതാ കല്ലിലിരുന്നിട്ട് 48 വരെ പദ്യം പാടി ബേക്കല് പള്ളിയിലെ ഹൗദിനെ കുറിച്ച് മഹാനായ തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ. എന്താ സാധനം എന്നറിയോ? കിളക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. നിന്റെ വേർപ്പ് വേണ്ട, നിനക്കൊന്നും വേണ്ട. എവിടെ ഇരുന്നാൽ അവിടെ നിന്റെ മുമ്പിൽ സാധനങ്ങളെത്തും. ആഗ്രഹിക്കുന്നതെല്ലാം ദുനിയാവിൽ കിട്ടില്ല, ചോദിച്ചതെല്ലാം ദുനിയാവിൽ കിട്ടില്ല. ആഗ്രഹിച്ചതും ചോദിച്ചതും ഒന്നിച്ച് എല്ലാം കിട്ടുന്ന സ്വപ്നം സാക്ഷാൽ ലോകമെന്നേ ഒന്നേ ഉള്ളൂ, അത് സ്വർഗമാണ്. വലക്കും ഫീഹാ മാ തസ്തഹിയു ഫസുദ്ദും വലക്കും ഫീഹാ മാ തദ്ദഊ. ആഗ്രഹിച്ചതും ചോദിച്ചതും അവിടെ കിട്ടും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.